ബാങ്കിൽ നിന്നും കോടികൾ തട്ടിച്ചു മുങ്ങിയ മാനേജരെ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തു. ഇടുക്കി നെടുങ്കണ്ടം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഡീലേഴ്സ് കോപ്പറേറ്റീവ് ബാങ്കിന്റെ കുമളി ബ്രാഞ്ചിൽ തട്ടിപ്പ് നടത്തി മുങ്ങിയ മാനേജർ വൈശാഖ് മോഹനാണ് ക്രൈംബ്രാഞ്ചിന്റെ പിടിയിലായത്. പ്രാദേശിക കോൺഗ്രസ് നേതാവ് കൂടിയായ ഇയാൾ മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുന്നതിനിടെയാണ് ക്രൈംബ്രാഞ്ചിന്റെ പിടിയിലായത്. നെടുങ്കണ്ടം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഡീലേഴ്സ് കോപ്പറേറ്റീവ് ബാങ്ക് കുമളി ശാഖ മാനേജറായിരുന്ന വൈശാഖ് മോഹനാണ് കോടികളുടെ തട്ടിപ്പ് നടത്തിയത്. നിക്ഷേപ തുകയിൽ നിന്നും ചിട്ടിയിൽ നിന്നുമായിരുന്നു തട്ടിപ്പുകൾ അത്രയും. ബാങ്കിൽ പുതിയ ഭരണസമിതി അധികാരം ഏറ്റെടുത്തതിന് ശേഷം നടത്തിയ പരിശോധനയിലാണ് തട്ടിപ്പ് കണ്ടെത്തുന്നത്. ബാങ്കിന്റെ രസീതുകൾ ഉപയോഗിച്ച് നിക്ഷേപകരിൽ നിന്ന് വൻതുക ഇയാൾ കൈപ്പറ്റി. എന്നാൽ ഇത് ബാങ്ക് രേഖകളിലില്ല. 2021 മുതൽ 23 വരെയുള്ള കാലഘട്ടത്തിലാണ് വൈശാഖ് ബാങ്കിൽ നിന്നും തട്ടിപ്പ് നടത്തിയത്. ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും പേരിൽ മതിയായ രേഖകൾ പോലുമില്ലാതെ വായ്പ അനുവദിച്ചും വൈശാഖ് തട്ടിപ്പ് നടത്തി. കുമളി ബ്രാഞ്ചിൽ മാത്രം 1,49,00,000 രൂപയുടെ തട്ടിപ്പ് നടന്നിട്ടുണ്ടെന്നാണ് ബാങ്ക് ഭരണസമിതിയുടെ ആരോപണം. ഇയാൾ തട്ടിയെടുത്തിട്ടുണ്ടെന്നാണ് കണ്ടെത്താൻ കഴിഞ്ഞത്. ആദ്യഘട്ടത്തിൽ തുക തിരിച്ചടയ്ക്കാമെന്ന് ബാങ്ക് ഭരണസമിതിക്ക് വൈശാഖ് ഉറപ്പ് നൽകിയിരുന്നു. പിന്നാലെയാണ് ഇയാൾ ഒളിവിൽ പോയത്. കുമളി പോലീസ് FIR രജിസ്റ്റർ ചെയ്ത കേസ് പിന്നീട് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തു. ഒളിവിലിരുന്ന മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുന്ന സാഹചര്യത്തിലാണ് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വൈശാഖിനെ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തത്. കുമളിയിലെ ബ്രാഞ്ച് ഓഫീസിലെത്തിച്ച വിശദമായ തെളിവെടുപ്പ് നടത്തി. ഇയാൾ ഒളിവിൽ കഴിഞ്ഞിരുന്ന സ്ഥലത്തെ സംബന്ധിച്ചുള്ള വിവരം ക്രൈംബ്രാഞ്ച് പുറത്തുവിട്ടിട്ടില്ല. ബാങ്കിന്റെ കട്ടപ്പന ബ്രാഞ്ചിൽ നിന്നും 28 ലക്ഷം രൂപയ്ക്കും ഇയാൾ തട്ടിയെടുത്തിട്ടുണ്ടെന്നും കണ്ടെത്തിയിട്ടുണ്ട്. വൈശാഖിനെ കോടതിയിൽ ഹാജരാക്കി. ബാങ്കിന്റെ നെടുങ്കണ്ടത്തെ ഹെഡ് ഓഫീസ് കേന്ദ്രീകരിച്ച് നടത്തിയിട്ടുള്ള തട്ടിപ്പുകൾ വിജിലൻസ് ഇപ്പോൾ അന്വേഷണം നടത്തിവരികയാണ്. റിപ്പോർട്ടർ ഇടുക്കി.